ഇനി പാടത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാവ് ഇടിമിന്നലേറ്റ് മരിച്ച ദാരുണമായ സംഭവം ഇന്നലെ ഉണ്ടായത് ആലപ്പുഴ എടത്വായിലാണ്. കൊടുപ്പുന്ന പുതുവൽ വീട്ടിൽ അഖിൽ പി ശ്രീനിവാസനാണ് മരിച്ചത്. വേനൽ മഴ എത്തിയതോടെ സംസ്ഥാനത്ത് മിന്നൽ അപകടങ്ങളും കൂടുകയാണ്. ആലപ്പുഴയിൽ നിന്നും സുധീഷ ധർമ്മൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ സംഭവം നടന്ന പുത്തൻപറമ്പിനകം പാടത്താണ് ഞാനുള്ളത്. 400 ഏക്കർ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഒരാഴ്ചയായിട്ടുള്ളൂ കൊയ്ത്ത് കഴിഞ്ഞ് ഈ നിലം ഇങ്ങനെയായിട്ട്. അതിനുശേഷം സാധാരണഗതിയിൽ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളൊക്കെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ കളിസ്ഥലമാക്കിയാണ് മാറ്റുന്നത്. ഇപ്പോൾ അവർ കളിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റമ്പുകൾ നമുക്കിപ്പോഴും അവിടെ കാണാം. ഇന്നലെ ഒരു 4-4:30 കൂടിയാണ് സംഭവം നടക്കുന്നത്. അവിടെ 3 പേർ അന്നേരം സ്റ്റമ്പ് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അഖിലും മറ്റ് 2 പേരും അങ്ങോട്ടേക്ക് ഇറങ്ങുകയായിരുന്നു. അവർ ഈ വരമ്പിലൂടെ നടന്നു പോകുമ്പോഴാണ് ഭീമമായ ശബ്ദത്തിൽ ആ സമയത്ത് ഒരു ഇടിമിന്നൽ ഉണ്ടായത്. അഖിലിന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റമ്പ് ഇപ്പോഴും അവിടെ വീണ് കിടപ്പുണ്ട്. അഖിൽ ധരിച്ചിരുന്ന വസ്ത്രം അത് കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെയുണ്ട്. ദേഹമാസകലം പൊള്ളലേറ്റ നിലയിൽ, മുൻഭാഗമൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അഖിലിന്റെ മൃതദേഹം ആ ഘട്ടത്തിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അഖിലിന്റെ ശരീരം ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. 3 മക്കളാണ് അവർ. അതിൽ ഏറ്റവും മൂത്തതാണ് അഖിലിനാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിനു ശേഷം എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോഴാണ് അവിടെ ഇവരെല്ലാവരും ഈ 3 പേരും വീണ് കിടക്കുന്നത് കണ്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമുക്കൊപ്പമുണ്ട്. ചേട്ടാ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അതിഭീകരമായ ഇടിയും മിന്നലുമായിരുന്നോ? ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഓടി പെരക്കകത്ത് കയറി. പിള്ളേര് ഇവിടെ 3 പിള്ളേരും 4 പിള്ളേരായിരുന്നു. 3 പേര് സ്റ്റമ്പ് നാട്ടിക്കൊണ്ട് ഒരു പയ്യനെ ഇറങ്ങി അങ്ങോട്ട് പോയതാണ്. ശബ്ദം കേട്ട് ഇന്നലെ തൊട്ടടുത്ത വീട്ടിലെ പ്രഭ എന്ന് പറയുന്ന അദ്ദേഹം ഇറങ്ങി നോക്കുമ്പോൾ പിള്ളേര് തലയ്ക്ക് കയ്യും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരാൾ വീണ് കിടക്കുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞാണ് ഓടി വന്ന് അവനെ എടുക്കുമ്പം ബോധമില്ല. നമ്മുടെ തൊട്ടടുത്ത ബന്ധു തന്നെയാണ്, ചേട്ടൻ്റെ മകളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് നിൽക്കുന്നത്. ആ പെൺകുട്ടി നഴ്സായിരുന്നു, ഗൾഫിൽ നഴ്സാണ്. ആ പെൺകുട്ടി ഓടി വന്നു. ചെയ്യാവുന്ന എല്ലാ പരീക്ഷയിലും ഇന്ന് പോസ്റ്റ്മോർട്ടം രാവിലെ തന്നെ നടക്കുന്നു മനസ്സിലായി. ഇന്ന് തന്നെ നടക്കും പോസ്റ്റ്മോർട്ടം. ബാക്കി കാര്യങ്ങളൊക്കെ സഡനായിട്ട് ചെയ്യുമെന്നാണ് പോലീസ് ഓഫീസേഴ്സും ഹോസ്പിറ്റലിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. വീട്ടിലെ ഒരു അത്താണിയായിരുന്നു, അറിയാലോ. 30 വയസ്സുള്ള ഒരു പയ്യൻ. സ്വാഭാവികമായി അവനെ വളർത്തി വലുതാക്കി ഇത്ര അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഇടിമിന്നൽ ഇത് സംഭവിക്കുകയായിരുന്നു. അവർക്ക് മതിയായ എന്തെങ്കിലും ദുരന്തത്തിൽ ഉൾപ്പെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഇന്നലെ മഴ മൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു, മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഇടി മിന്നലൊക്കെ ഉള്ളതുകൊണ്ട് ആരും അത് കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷെ അതിനിടയിലാണ് ഈ വലിയ ഭീമമായ ശബ്ദത്തിലുള്ള ഇടിമിന്നൽ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇത്തരത്തിൽ തുറസായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് വേനൽ മഴ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മഴയില്ലാത്ത സമയത്തുണ്ടാകുന്ന ഇടിമിന്നലിന് ആഘാതം കൂടുതലായിരിക്കുമെന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇനി ഇത്തരത്തിൽ തുറസായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്.